അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുണർത്തുകയാണ്. മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി ജീവിച്ച് മരണപ്പെടാൻ നമുക്കെല്ലാം റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇരുത്തം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അത്യുത്തമങ്ങളായ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് വരുന്നത്. അതിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള അർ റഹ്മാൻ, അർ റഹീം എന്ന രണ്ടു നാമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചിരുന്നത്. അതിൻ്റെ വാക്കർത്ഥം, അതിൻ്റെ ആശയം, അതുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെക്കുറിച്ച് ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അതിനെ ഉൾക്കൊള്ളേണ്ടത് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ വാക്കുകൾ, ആ കെലിമ കാണാതെ പഠിക്കണം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ കാണാതെ പഠിക്കണം. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയങ്ങൾ കാണാതെ പഠിക്കണം, ഉൾക്കൊള്ളണം. അതോടൊപ്പം തൻ്റെ ജീവിതത്തിൽ അതിൻ്റെ സ്വാധീനമുണ്ടാവണം. ആ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രണ്ടു നാമങ്ങൾ അർ റഹ്മാൻ, അർ റഹീം എന്നുള്ള ആ നാമങ്ങളുടെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അതെങ്ങനെയാണ് അവൻ്റെ വിശ്വാസത്തിലും പ്രവർത്തനത്തിലൊക്കെ ഉണ്ടാവേണ്ടത്. നമുക്കറിയാം, അർ റഹ്മാൻ, അർ റഹീം എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള സിഫത്ത് എന്താണ്? റഹ്മ എന്ന അള്ളാഹുവിൻ്റെ സിഫത്താണ് അർ റഹ്മ, റഹ്മത്ത്. അത് നമ്മൾ ചില കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് അതിവിശാലമാണ്.
അവൻ്റെ കോപത്തെ അതിജയിച്ചത് അവൻ്റെ കാരുണ്യമാണ്. അർശിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാരുണ്യത്തെക്കുറിച്ചാണ്. തുടങ്ങി ധാരാളം വിഷയങ്ങൾ. ഒരു മനുഷ്യൻ അള്ളാഹു റഹ്മാനാണ് എന്ന് സത്യസന്ധമായി മനസ്സിലായാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പിന്നീട് ഒരിക്കലും അവന് നിരാശയുണ്ടാവുകയില്ല, ഉണ്ടാവാൻ പാടില്ല. റഹ്മാൻ റഹീം ഒരാൾ മനസ്സിലാക്കിയാൽ ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഒരു ഗുണതൻ, അവനൊരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശ ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൻ്റെ 39 സൂറത്തു സുമറിൻ്റെ 53-ാമത്തെ വചനം, നമ്മുടെ നോട്ടിൽ ഒന്നാമത്തെ ആയത്തൻ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയെ പറഞ്ഞു കൊടുക്ക്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളോട് സ്വന്തത്തോട് അങ്ങേയറ്റം അക്രമം ചെയ്തിട്ടുള്ള ആളുകളെ വിളിക്കുക. അങ്ങേയറ്റം തോന്നിവാസങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരോട് പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാതിരിക്കുകയും നിരാശയുണ്ടാവുകയും ചെയ്ത ആളുകളാണ് പലപ്പോഴും അള്ളാഹുവിനെ വിട്ട് മറ്റുള്ളവരിലേക്ക് ചെല്ലാറുള്ളത്. അല്ലേ? സാധാരണഗതിയിൽ പിശാച് മനുഷ്യനോട് പറയുന്നൊരു കാര്യം, നീയൊക്കെ എന്ത് ചെയ്തിട്ടെന്താ, നീയൊന്നും നീ നന്നാവാൻ പോണില്ല, നീ എന്തു ചെയ്തിട്ടെന്താ, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളല്ലേ. അങ്ങനെ നിരാശ കൊണ്ടുവരുന്നാണ്. നമുക്ക് ലോകത്താദ്യമായി അള്ളാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥനകൾ നൽകിയത്, അള്ളാഹു അല്ലാത്തവരിലേക്ക് ആളുകൾ ആ അർത്ഥത്തിൽ തിരിഞ്ഞത് ഈ ഒരു വികാരത്തിൽ നിന്നാണ്. എന്താ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിൽ മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളായ വദ്, സ്വാ, യഊസ്, യഊഖ്, നസ്ർ തുടങ്ങിയ ആളുകളെ അവരുടെ മുമ്പിൽ ചെന്ന് സങ്കടം പറയാൻ അവരെ അന്നുണ്ടായിരുന്ന മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകം എന്താ അറിയോ? നമ്മൾ അള്ളാഹിനോട് നേർക്ക് നേരെ പറഞ്ഞിട്ട് കാര്യമില്ല. റബ്ബിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരായ ആളുകൾ ഇവിടെ ജീവിച്ച് മരണപ്പെട്ടിട്ടുണ്ട്, അവരാണിവർ, അതുകൊണ്ട് ഇവരോട് പറയാം എന്ന് പറഞ്ഞ് ലോകത്താദ്യമായി അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്തു ശിർക്ക് പോവാൻ കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന കാരുണ്യ ആ സിഫത്തിനെ സംബന്ധിച്ച്, അള്ളാഹ് റഹ്മാനാണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് ആളുകൾ അറിയാതെ പോയതാണ്. അതുകൊണ്ട് അതുണ്ടാവാൻ പാടില്ല. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇബാദത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങളുടെ വിഷയത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും. അടുത്ത ആയത്ത് സൂറത്തു യൂസുഫിൻ്റെ 87-ാമത്തെ വചനം. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ 2 കുട്ടികൾ നഷ്ടപ്പെടുകയാണ്. ചരിത്രം നമുക്കറിയാം. സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ബിന്യാമീനും നഷ്ടപ്പെട്ടു. ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ യാക്കൂബ് നബിയുടെ അരികിൽ വന്ന് ബിന്യാമീനെയും അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന വിഷയമൊക്കെ പറയുമ്പോൾ സഹിക്കാൻ കഴിയാതെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ അഷ്കൂബസി ഇലല്ലാ, അള്ളാഹുവിലേക്ക് ഞാൻ എന്താക്കാണ് എൻ്റെ പരാതിയൊക്കെ പറയാൻ. ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയുന്ന കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. യാ ബുനയ്യ യാ ബനിയ ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ, മക്കളെ നിങ്ങൾ പോവുക, എന്നിട്ട് നിങ്ങൾ യൂസുഫിനെ അന്വേഷിക്കുക, അഖീഹി, അദ്ദേഹത്തിൻ്റെ സഹോദരനെയും അന്വേഷിക്കുക. വലാ തയഅസൂ മിൻ റൗഹില്ല, നമ്മുടെ വിഷയതാണ്. അള്ളാഹുവിൻ്റെ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്താ വരുത്, ഒരിക്കലും നിരാശരാവരുത്. കാരണം ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകളല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് നിരാശരാവുകയില്ല. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച്, അവൻ കാരുണ്യവാനാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയുന്നതാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹ്മത്തുള്ളവനാണ്. അതുകൊണ്ട് തന്നെ
നിങ്ങൾ നിരാശരാവേണ്ടതില്ല, നിങ്ങൾ അന്വേഷിച്ചോളൂ, അവരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയേക്കാം എന്നാണ്. അതിന് തൊട്ടുമുകളിൽ ഒരു ആയത്ത് കൂടെ പറയുന്നുണ്ട്, സൂറത്തു ഹിജറിലെ 56-ാമത്തെ വചനം. അവിടെ എന്താ സംഭവം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിലേക്ക് മലക്കുകൾ വരികയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പ്രായമേറെ എത്തിയതിന് ശേഷം ഒരു കുട്ടി ഉണ്ടാവാൻ പോവുകയാണെന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വരുന്നത്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കുകയാണ്, ഈ കാലത്തോ, ഈ പ്രായത്തിലോ, ഈ സമയത്തോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, ഖാലു ബശർനാക ബിൽ ഹഖ് ഫലാ തകും മിനൽ ഖാനിതീൻ. അതെ, ഞങ്ങൾ സത്യമാണ് പറയുന്നത്, നിനക്കുള്ള ഈ സന്തോഷ വാർത്ത സത്യമായ സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഖാനിതീങ്ങളുടെ കൂട്ടത്തിൽ, നിരാശ ബാധിച്ച ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് തിരിച്ചു പറയുന്നതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്, ഖാലു വമൻ യഖ്റുത് മിർ റഹ്മത്തി റബ്ബിഹി. ആരാണ് യഥാർത്ഥത്തിൽ റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവുക? ഇല്ലല്ലാല്ലൂൻ, വഴിപിഴച്ചവരല്ലാതെ. എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ റബ്ബ് അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്, അവൻ്റെ റഹ്മത്ത് വിശാലമാണ്, അവൻ എന്നെ കൈവെടിയുകയില്ല എന്ന ചിന്ത ഒരാൾക്ക് വരുന്നുവെങ്കിൽ അയാൾ ഇസ്ലാമിൻ്റെ അഖീദയിലാണ്. അയാൾക്ക് റബ്ബിനെ മനസ്സിലായിട്ടുണ്ട്. അവൻ്റെ കാരുണ്യമാണ് ഞാൻ ഈ അനുഭവിക്കുന്ന പ്രയാസം പോലും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെയാണ് അല്ലാഹു റഹ്മാനാണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത്, നമുക്ക് ബോധ്യമാകുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ അവർക്കറിയാമായിരുന്നു. നമുക്കറിയാം, മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, അള്ളാഹു എന്ന നാമത്തെ വിശദീകരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നാൽ അതേ മുശ്രിക്കുകൾ അല്ലാഹ് റഹ്മാനാണ് എന്ന് സമ്മതിച്ചിരുന്നില്ല, അള്ളാഹു റഹ്മാനാണ് എന്നവർ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി കരാർ എഴുതാനിരിക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് എഴുതാൻ പറഞ്ഞു. അപ്പുറത്തിരിക്കുന്ന സുഹൈലുമുണ്ട് അല്ലേ, അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എഴുതാൻ പറഞ്ഞപ്പോൾ സുഹൈൽ തിരിച്ചു പറഞ്ഞത് എന്താ? അമർ റഹ്മാൻ ഫവല്ലാഹി ലാ നദരി മാ ഹുവ. എന്താ ഈ റഹ്മാൻ? നിങ്ങൾ എന്താ റഹ്മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്കതറിയില്ല. അതിനർത്ഥം എന്താ? ഞങ്ങൾ അള്ളാഹു റഹ്മാനാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ പ്രശ്നമല്ല. അള്ളാഹു റഹ്മാൻ, റഹ്മാൻ എന്താണെന്ന് അവർക്കറിയാം. പക്ഷെ അള്ളാഹ് റഹ്മാനാണെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ ഇലാഹുകൾ ഒന്നും ആവശ്യമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ലാത്തയും ഉസ്സയും മനാത്തയും ഇടയിലുള്ള ആളുകളുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ബിസ്മില്ല എഴുതിക്കോ, നിങ്ങൾ ബിസ്മില്ല എന്ന് എഴുതിക്കോ, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് സംഭവിക്കില്ല. വിശുദ്ധ ഖുർആൻ 2-3 സ്ഥലങ്ങളിൽ ഈ വിഷയം പറയുന്നുണ്ട്. വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാൻ ഖാലൂ വമർ റഹ്മാൻ. നിങ്ങൾ റഹ്മാന് സുജൂദ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ റഹ്മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും റബ്ബിനെ സംബന്ധിച്ച് നിരാശനാവാൻ പാടില്ല. ചെയ്തു പോയ തെറ്റുകളുടെ വിഷയത്തിലാവട്ടെ, വന്നു ഭവിക്കുന്ന പരീക്ഷണങ്ങളുടെ കാര്യത്തിലാവട്ടെ, ജീവിതത്തിലെ ഏതു ഘട്ടങ്ങളിലും അല്ലാഹു റഹ്മാനാൻ, അവൻ്റെ ദാത്തിൽ തന്നെ റഹ്മത്തുണ്ട്, അത് നിറഞ്ഞു നിൽക്കുന്നവനാണ്. അത് സമയമാകുമ്പോൾ കിട്ടും, അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. ഇനി നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട് നമ്മുടെ നോട്ടിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ വന്നുപോയൊരു ഹദീസാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒരു യുദ്ധക്കളത്തിൽ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? തൻ്റെ ഉമ്മക്ക് കിട്ടി, മുലയൂട്ടുന്ന പാലൂട്ടുന്ന കുട്ടിയെ അപ്രതീക്ഷിതമായി തിരിച്ചു കിട്ടുമ്പോൾ പരിസരം മറന്ന കുഞ്ഞിനെ മുലയൂട്ടുന്ന മാതാവിനെ നോക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ കുട്ടിയെ ആ തീയിലേക്ക് വലിച്ചെറിയും ആ ഉമ്മ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവരെന്താ പറഞ്ഞേ? ഒരിക്കലുമില്ല നബിയെ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് പറഞ്ഞു, എന്നാൽ അതിനേക്കാൾ കരുണയുള്ളവനാണ് നിങ്ങളുടെ റബ്ബ്, ഒരിക്കലും അവൻ നരകത്തിലേക്ക് നിങ്ങളെ വലിച്ചെറിയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അത്രയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന, എതിർപ്പുകളും പ്രയാസങ്ങളുമൊക്കെ വരുന്ന സമയത്തൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നത്, ആശിച്ചിരുന്നത്, ചോദിച്ചിരുന്നത്
അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹൂദിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സൂറത്ത് ഹൂദിൻ്റെ 58 കാണാം, മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ വിഷയം പറയുമ്പോൾ ഖുർആൻ പറയുന്നത് വലമ്മ ജാഅ അംറുന നജ്ജൈനാ ഹൂദൻ വല്ലദീന ആമനൂ മഅഹു. ഹൂദിനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകളെയും നാം രക്ഷപ്പെടുത്തി. എങ്ങനെ? ബിറഹ്മത്തിൻ മിന്നാ, നമ്മിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട്, നമ്മിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട്. വനജ്ജൈനാഹും മിൻ അദാബിൻ ഗലീദ്, ആ നിന്ദ്യമായ ഭീകരമായ ശിക്ഷയിൽ നിന്ന് അവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതേപോലെ അതേ സൂറത്തിൽ തന്നെ 66 കാണാം, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയെ അള്ളാഹു നശിപ്പിക്കുന്ന രംഗം, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും രക്ഷപ്പെടുത്തി. അത് ഖുർആൻ പറയാൻ ഫലമ്മാ ജാഅ അംറുനാ നജ്ജൈനാ സ്വാലിഹൻ വല്ലദീന ആമനൂ മഅഹു. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നു, സ്വാലിഹ് നബിയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും വിശ്വസിച്ച ആളുകളെയും നാം രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്നാ, നമ്മുടെ റഹ്മത്ത് കാരണം. മിൻ ഖിസ്യിൻ യൗമഇദിൻ, ആ അങ്ങേയറ്റം വഷളത്തരമുള്ള അപമാനപ്പെടുത്തുന്ന ആ ദിവസത്തിൽ അവരെ നാം രക്ഷപ്പെടുത്തി. ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്, നിന്റെ റബ്ബ് തീർച്ചയായും അങ്ങേയറ്റം ശക്തിയുള്ളവനും പ്രതാപശാലിയുമാണ്. അതേപോലെ സൂറത്തിൽ തന്നെ 94 കാണാം, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയ കാര്യം പറയുമ്പോഴും ഖുർആൻ പറയുന്നത് വലമ്മാ ജാഅ അംറുനാ നജ്ജൈനാ ശുഐബൻ വല്ലദീന ആമനൂ മഅഹു ബിറഹ്മത്തിൻ മിന്നാ, അവിടെയും അവരെയും നാം രക്ഷപ്പെടുത്തി നമ്മുടെ കാരുണ്യം കൊണ്ടാണ്. വഅഖദത്തി അല്ലദീന ളലമു അസ്വൈഹ ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, അവരൊരു അട്ടഹാസം കൊണ്ട് പിടികൂടുകയും അവിടെയുണ്ടായിരുന്ന നിഷേധികൾ മുഴുവൻ പ്രഭാതമാകുമ്പോൾ ഇങ്ങനെ ചത്ത് മലർന്നു കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അതിൽ നിന്ന് ഇവരെ നാം രക്ഷപ്പെടുത്തിയത് റഹ്മത്ത് കൊണ്ടാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അവരെ കൂടെയുള്ളവരൊക്കെ രക്ഷപ്പെടുത്തിയത് അവൻ്റെ റഹ്മത്ത് കൊണ്ടാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നതായി കാണാൻ. അതുകൊണ്ട് തന്നെ എന്ത് വേണം? റഹ്മത്തിനു വേണ്ടി നിരന്തരം നമ്മൾ എന്താവണം? ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എന്ത് ചോദിക്കുന്നതും അവനിഷ്ടൻ. നമുക്ക് ആവശ്യമുള്ള ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ, അനുവദിക്കപ്പെട്ട മുഴുവൻ വിഷയങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഈ കരുണ നിറഞ്ഞു നിൽക്കുന്ന റബ്ബിനോട് അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂരിസീന പർവ്വതത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, തൻ്റെ അനുയായികൾ ഒരു പശുക്കുട്ടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അതിനോട് പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ അവിടെ പൂജ ചെയ്യുന്നതൊക്കെയാണ്. ദേഷ്യം പിടിച്ച് കയ്യിലുള്ള തൗറാത്തിൻ്റെ ഏടുകളൊക്കെ അദ്ദേഹം വലിച്ചെറിഞ്ഞു. സഹോദരൻ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ ശക്തമായി ശകാരിച്ചു, താടിയിൽ ചുരുട്ടിപ്പിടിച്ചു. ആ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അവസാനം സങ്കടത്തോടുകൂടി മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന സൂറത്തു ആറാഫിൻ്റെ 151 കാണാം, ഖാല റബ്ബി അഫിർലി വലി അഖി, അല്ലാഹുവേ എനിക്കും എൻ്റെ സഹോദരനും നീ പുറത്തു തരണേ. വഅദ്ഖിൽനാ ഫീ റഹ്മതിക, ഞങ്ങളെ നിന്റെ റഹ്മത്തിൽ നിന്റെ കാരുണ്യത്തിൽ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. 2 വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചു. ഒന്ന്, ഞങ്ങളെ നീ സ്വർഗത്തിലാക്കണേ, ഈ കാരണം കൊണ്ടൊന്നും സ്വർഗം നഷ്ടപ്പെടുത്തരുത്. രണ്ടാമത്, നിന്റെ സിറാത്തിൽ നിന്റെ കാരുണ്യത്തിൽ മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. രണ്ടാണെങ്കിലും ശരിയാണ് അല്ലേ? വഅദ്ഖിൽനാ റഹ്മതിക വഅൻത അർഹമുർ റാഹിമീൻ, നീ എന്താണ്? അർഹമുർ റാഹിമാൻ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ പറയാൻ ഖുർആനിന്റെ സൂറത്തു മുഅ്മിനൂനിലെ 118 കാണാം, വഖുൽ റബ്ബി അഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. നബിയെ നിങ്ങൾ പറയണം, റബ്ബി അഗ്ഫിർ, നീ എനിക്ക് പുറത്തിരണേ, വർഹം, എനിക്ക് റഹ്മത്ത്, എന്നോട് റഹ്മത്ത് ചൊരിയണേ, കരുണ ചൊരിയണേ, വഅൻത ഖൈറുർ റാഹിമീൻ, നീയാണ് ഏറ്റവും നന്നായി കരുണ ചൊരിയുന്നവൻ. നമ്മൾ രാവിലെയും വൈകുന്നേരവും ചെല്ലാറുള്ള, ഇല്ലെങ്കിൽ ചെല്ലേണ്ടതായ ചെറിയൊരു ദിക്ർ നമ്മുടെ നോട്ടിൽ കാണാം. എന്താണ്? യാ ഹയ്യു യാ ഖയ്യൂം അസ്തഗീസു ബിറഹ്മതിക ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐനിൻ. എന്താണ് അവിടെ പറയുന്നത്? യാ ഹയ്യു യാ ഖയ്യൂം. അർത്ഥം പറയും. ഹയ്യും ഖയ്യൂമായ അല്ലാഹു. നമ്മൾ വേറെ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. എന്താണത്? എന്നിട്ട് പറയാ ബിറഹ്മതിക അസ്തഗീസ്,
നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ സഹായം ചോദിക്കുന്നു. ഇത് രാവിലെ ചെല്ലേണ്ട ദുആണ്, വൈകുന്നേരം നമ്മൾ ചെല്ലേണ്ട ദുആണ്, പ്രാർത്ഥന. അദ്കാർ സബായിലും മസായിലും ചെല്ലേണ്ടതാണ്. എന്ന് പറയും, അസ്ലിഹ് ലീ ശഅനി കുല്ല, നീ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി തരണേ. ആരോടാ പറയുന്നത്? പ്രപഞ്ച സട്ടാവായ അല്ലാഹുവിനോട്. വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐനിൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ. വളരെ ചെറിയ വിഷയങ്ങൾ പോലും നീ എന്നെ ഏൽപ്പിക്കല്ലേ. എൻ്റെ എല്ലാ കാര്യവും നീ ശരിയാക്കി തരണേ. അസ്ലിഹ് ലീ ശഅനി കുല്ല, അല്ലേ? യാ ഹയ്യ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അല്ലെങ്കിൽ അസ്തഗീസു ബിറഹ്മതിക. ഇത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. റഹ്മത്തിന് വേണ്ടി ആ റഹ്മത്ത് നിർത്തി സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ സുജൂദുകൾക്കിടയിൽ ധാരാളം സമയം നമ്മൾ പറയാറുണ്ട്. സുജൂദുകൾക്കിടയിലുള്ള പ്രാർത്ഥനയെ നമുക്കറിയാം. എന്താ? ഇടയിലിരുത്തത്തിൽ റബ്ബി അഫിർലി വർഹംനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എന്താ? അല്ലാഹുവേ, നീ എന്നോട് പുറത്തു തരണം, എനിക്ക് പുറത്തു തരണം. എന്നോട് നീ കരുണ ചൊരിയണം, എനിക്ക് റഹ്മത്ത് നൽകണം. വർസുഖ്നി, എനിക്ക് റിസ്ഖ് നൽകണം. വഹ്ദിനി, എനിക്ക് ഹിദായത്ത് നൽകണം. വആഫിനി, എനിക്ക് ആഫിയത്ത്, സൗഖ്യം നൽകണം. ഇതൊക്കെ അല്ലാഹുവിലുള്ള പ്രാർത്ഥനയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ, ചെയ്യുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് നമ്മിൽ സദാ നിലനിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ, ചില കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടി, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഒരാൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടി എന്നതിൻ്റെ അടയാളം എന്താ അറിയൂ? റഹ്മത്ത് കിട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ശാപത്തിൽ നിന്ന്, കോപത്തിൽ നിന്ന് അയാൾ അകറ്റപ്പെട്ടു എന്നാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഒരാൾ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങളിൽ നിന്ന് അയാൾ അകറ്റപ്പെട്ടു. അതുകൊണ്ട് അതിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, യഥാർത്ഥ വിശ്വാസമാണ്, ഈമാനാണ്. ഏത് വിഷയങ്ങളെന്ന പോലെ ഇതിനും ആവശ്യമുള്ള ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം. അതില്ലാത്തിടത്തോളം കാലം ഒരാൾ എത്ര അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചാലും ചോദിച്ചാലും അത് കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അള്ളാഹുവിലുള്ള ഈമാൻ ശരിപ്പെടുത്തി. എല്ലാവർക്കും അള്ളാഹുവിൽ ഈമാനുണ്ട്, അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പക്ഷെ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട രൂപത്തിൽ എങ്ങനെയാണോ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും ഈമാനുള്ളവരാകാനും ശ്രദ്ധിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം വിശുദ്ധ ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത്. ഫഅമ്മല്ലദീന ആമനൂ ബില്ലാഹി വഅ്തസമൂ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു ജീവിക്കുകയും ചെയ്ത ആളുകൾ ഫസയദ്ഖിലുഹും ഫീ റഹ്മത്തിൻ മിൻഹു വഫളിൻ വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീമ, അവർ സ്വാഭാവികമായും അവൻ്റെ റഹ്മത്തിൽ പ്രവേശിക്കും. അള്ളാഹിൻ്റെ ഖുർആനിൽ പറയാണ്, സത്യസന്ധമായി അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാൾ അയാൾ റഹ്മത്തിൽ പ്രവേശിക്കും. അവർ അള്ളാഹുവിൻ്റെ ഫളിൽ അവർക്കുണ്ടാകും, അവർ സിറാത്തുൽ മുസ്തഖീമിൽ വഴി നടക്കുകയും ചെയ്യും. അവിടെ ഒന്നാമത്തെ കാര്യം, അത് ഓരോന്ന് വിശദമായി വിശദീകരിക്കേണ്ടതാണ്, വിശദീകരിക്കുന്നില്ല, നമുക്കറിയാവുന്ന വിഷയമാണ്. ഈമാൻ, അള്ളാഹുവിലുള്ള ഈമാൻ, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ജീവിതത്തിൽ 50 കൊല്ലം ജീവിച്ചിട്ടും എന്താ സത്യസന്ധമായി അള്ളാഹുവിൽ ഈമാൻ ഉണ്ടാവുക? എങ്ങനെയാണ് അള്ളാഹിനെക്കുറിച്ച് അറിയേണ്ടത്? അത് അറിയാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഗൗരവമായ ചിന്ത ഉണ്ടാവണം. രണ്ടാമത്തെ വിഷയം, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. വാതിഉല്ലാഹ വർ-റസൂല ലഅല്ലക്കും തുർഹമൂൻ, ആരാണ് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അവൻ്റെ റസൂലിനെ അനുസരിക്കുക, എങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രവേശിക്കുക. അവിടെ ലഅല്ലക്കും എന്ന് പറഞ്ഞാൽ ഉറപ്പായും പ്രവേശിക്കുന്നതാണ്. നിങ്ങൾ പ്രവേശിച്ചേക്കാം എന്നല്ല, ഉറപ്പായും നിങ്ങൾ അള്ളാഹുവിൻ്റെ കരുണ കിട്ടിയവരിൽ ഉൾപ്പെടും. എന്താ ചെയ്യേണ്ടത്? ഇതൊരു നിലപാടാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, എന്നാ പിന്നെ അതാ ശരി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇപ്പം അത്, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് എപ്പോൾ പാകപ്പെടുന്നുവോ അത് വെറും സംസാരത്തിലല്ല, ഏറ്റുമുട്ടുന്ന സന്ദർഭങ്ങളുണ്ടാവും. പുറത്ത് ഉമ്മയായിരിക്കും, വാപ്പയായിരിക്കും, നാട്ടുകാരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, അല്ലെങ്കിൽ കമ്പനിയായിരിക്കും. ഇപ്പുറത്ത് അള്ളാഹുവിൻ്റെ വചനങ്ങളാവാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാവാം. അവിടെ ഏറ്റുമുട്ടുന്നിടത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രവേശിക്കാനുള്ള മാനദണ്ഡം അള്ളാഹ് പറഞ്ഞോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, എങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ പറയുക, അഖീമുസ് സ്വലാത്ത
വഅത്തുസ് സകാത വഅതിഉർ റസൂല ലഅല്ലക്കും തുർഹമൂൻ വഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാവണം. നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ അങ്ങനെ കേട്ടോ, നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാവണം, ഇഖാമത്ത് ചെയ്യുന്നവരാണ്. സമയം അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ പാലിച്ച് ചെയ്യുന്നതിനാണ് ഇഖാമത്ത് സ്വലാ എന്ന് പറയാം. വഅത്തുസ് സകാത്ത്, സകാത്ത് നൽകുന്നവരാവുക. വഅതിഉർ റസൂല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവരുമാവുക. എങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാം. യഖൂലു തആല ആമിറം ഇബാദഹുൽ മുഅ്മിനീന ബിഇഖാമിസ് സ്വലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൽപ്പിക്കുന്നത് മുഅ്മിനീങ്ങളോട് നമസ്കാരം നിലനിർത്താനാണ്. വഹിയ ഇബാദത്തുല്ലാഹി വഹ്ദ ലാ ശരീക ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുന്ന, അവന് മാത്രം നൽകുന്ന ഇബാദത്തുകളിൽപ്പെട്ടതാണ് എന്ത്? നമസ്കാരം. വഈതാഉസ് സകാത്ത്, രണ്ടാമത് സക്കാത്ത് നിർവഹിക്കാനാണ്, നൽകാനാണ്. വഹിയ അൽ ഇഹ്സാനു ഇലൽ മഖ്ലൂഖീൻ ളുഅഫാഇഹിം വഫുഖറാഇഹിം, എന്ന് പറഞ്ഞാൽ അല്ലാഹുള്ള ഇബാദത്ത് കൊടുത്തു, നിസ്കാരം അവന് മാത്രം. അത് ചെയ്യുന്നത് ഒരാളും അള്ളാഹു നേർക്ക് നേരുള്ള അവനും അടിമയും ഉടമയും തമ്മിലുള്ള അവൻ്റെ ബാധ്യത നിർവഹണം. എന്നാൽ സക്കാത്ത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്, അതോടൊപ്പം തന്നെ സൃഷ്ടികൾക്കുള്ള ഇഹ്സാനുമാണ്. സമസൃഷ്ടികളായ മറ്റു മനുഷ്യർക്ക്, പാവപ്പെട്ടവർ, ഫുഖറാകൾ, ദുഅഫാകൾ, അവരെ സഹായിക്കൽ കൂടിയാണ്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം വഅൻ യകൂനു ഫീ ദാലിക മുഅ്തിഈന ലിർറസൂൽ സ്വല്ലല്ലാഹു വസല്ലമു അലൈഹി ഐ സാലികീന വറഅ ഫീമാ ബിഹി അമറഹും വതാരികീന മാ അൻഹു സജറഹും. മൂന്നാമത്തെ കാര്യം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തുക, പ്രവാചകൻ വിരോധിച്ചു എന്നുറപ്പുള്ള കാര്യം 100% മാറി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ലഅല്ലല്ലാഹ യർഹമുഹും ബിദാലിക, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ ചേർക്കുക തന്നെ ചെയ്യും. വല ശക്ക അന്ന മൻ ഫഅല ദാലിക അന്നല്ലാഹ സയർഹമുഹും, ഒരു സംശയവും വേണ്ട. ഈ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് നൽകുക, സൃഷ്ടികളോട് ചെയ്തിരിക്കേണ്ട ഇഹ്സാൻ അത് ജീവിതത്തിൽ കൊണ്ടുവരിക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഐക്കണായി സ്വീകരിച്ച് പിന്തുടരുക, ഇതൊരാൾ ചെയ്യുന്നുവെങ്കിൽ ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട, അള്ളാഹുവിൻ്റെ കാരുണ്യം അയാൾക്ക് കിട്ടിയിരിക്കും. ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. ഈ നോട്ട് തന്നെ അടുത്ത ആഴ്ച കൊണ്ടുവരിക. ബാക്കി കുറച്ച് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തിട്ട് വേറെ നോട്ട് തരാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.